ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള എലീനെയൊക്കെ തുരത്തി അടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്താൽ എലി പിന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരത്തില്ല കേട്ടോ. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണി വേണം. എന്തെങ്കിലും പഴയ വൈറ്റ് കളർ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പഴയ തുണി എടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 സ്പൂൺ അളവിൽ ആട്ടപ്പൊടിയാണ്, നമ്മുടെ ഗോതമ്പ് പൊടി. അതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മുടെ ചുവപ്പ് മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂണ് ഇട്ടാൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ആ ഒരു സുർക്ക അത് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം വീട്ടിൽ തറയൊക്കെ ഇങ്ങനെ തുളച്ചിട്ട് എലി ഇങ്ങനെ മാളം ഉണ്ടാക്കിയിട്ട് തറയുടെ ഉള്ളിലേക്കാണ് എലി ഇങ്ങനെ പോകുന്നത്, എലിയും പെരുച്ചായും ഒക്കെ തന്നെ. അപ്പം പിന്നെ ഞങ്ങൾ ആദ്യം കുറേ മോട്ടർ ഇട്ട് വെള്ളം അടിച്ചു കൊടുത്തു. എന്നിട്ടൊന്നും ഒരു കാര്യമില്ല, വെള്ളം അടിക്കുമ്പം അത് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. പിന്നെ എൻ്റെ വീട് ഒരു പൂഴിയുള്ള സ്ഥലത്ത്, അപ്പം പെട്ടെന്ന് തന്നെ ഇതിന് തുളച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എലീനെ തറേൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പം അതിനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ, എലിവിഷമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ചത്ത് കിടക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനെ എലിവിഷം വെക്കാറില്ല. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ പുറത്തേക്ക് വരുത്തുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാവുമ്പം അത് പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആ മാളത്തിൻ്റെ ഉള്ളിൽ നിൽക്കില്ല, അങ്ങ് പുറത്തേക്ക് ഓടിപ്പോയിക്കോളും. വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ഇതാ ഞാനിവിടെ വിനാഗിരി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. വെള്ളം ഒട്ടും തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ വേണ്ടത് വിം ലിക്വിഡാണ് കേട്ടോ. 20 രൂപേൻ്റെ ഒരു ചെറിയ പാക്കറ്റ് വിം ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് ഒരു സ്പൂണ് നിറയ്ക്കേണ്ട അത്രയും എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തുണിക്കഷ്ണമില്ലേ, ആ തുണിക്കഷ്ണത്തിൻ്റെ അകത്തേക്കായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം എലീൻ്റെ മാളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാളത്തിൻ്റെ പുറത്തത് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് തൊട്ടാൽ മതി, അപ്പോഴത്തേക്ക് തന്നെ എലി ജീവനം കൊണ്ട് ഓടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അല്ലാണ്ട് എലിവിഷമൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്നത് റിസ്ക്കാണ്. മാത്രമല്ല അത് ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് കളയുകയും വേണം. അപ്പം ഇതാവുമ്പം അത് ദൂരത്തോട്ടങ്ങ് ഓടിപ്പോയിക്കോളും കേട്ടോ. പിന്നെ ഇത് എലീൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് അതിന് പണി കിട്ടിയെന്ന് തോന്നിയാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് അത് വരില്ല കേട്ടോ. ആരെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമോ എന്നറിയില്ല, ആ ഒരു ഭാഗത്തേക്ക് പിന്നെ അത് വരത്തില്ല കേട്ടോ. അപ്പം എലിക്കണ്ട് വെച്ച് കഴിഞ്ഞാലും നമ്മൾ എലീനെ കൊണ്ടുവച്ച് കളയണം. അപ്പം ഇതാകുമ്പോൾ ആ ഒരു പാടൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. ആ ഒരു ശർക്കരയും കൂടെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കരയൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു ശർക്കരേൻ്റെ സ്മെല്ലൊക്കെ അടിച്ചാൽ വേഗം തന്നെ വന്നത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനതിവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എലിശല്യം അങ്ങനെ ഇല്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു എലീനെ കണ്ടിട്ടില്ല. പിന്നെ പാറ്റയും പല്ലിയും ഒക്കെ ഉണ്ട്. പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും അതിനും ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് നശിച്ച് പോയിക്കോളും. പാറ്റയൊക്കെ അങ്ങ് ചത്ത് പോയിക്കോളും കേട്ടോ. അപ്പം ഞാൻ ഗ്യാസിൻ്റെ അടിഭാഗത്താണ് അധികവും പാറ്റ വന്ന് നിൽക്കാറ്. ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് വെറുതെ തട്ടിപ്പാണെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല വർക്കാവുന്നൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ എരിക്കിൻ്റെ ഇലയാണ്. എല്ലാവർക്കും അറിയുന്ന ഇലയായിരിക്കും. ഇതിൻ്റെ മുകളിലൊരു വയലറ്റ് കളർ ഒരു പൂവൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു എരിക്കിൻ്റെ ഇല നമ്മളെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വെറുകോര ഇങ്ങനത്തെ എലി വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ ഒരു ഇലേൻ്റെ സ്മെല്ല് അതിന് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്മെല്ല് കാരണം എലി പിന്നെ ആ ഒരു ഭാഗത്തേക്കേ വരത്തില്ല കേട്ടോ. ഇത് ഒട്ടുമിക്ക പേരും ചെയ്യുന്നതാണ്, ഈ ഒരു എരിക്കിൻ്റെ ഇല വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വെള്ളക്കളറ് ചൊനയുണ്ടല്ലോ, അത് കൈമലൊക്കെ അയക്കുന്നത് വിഷമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൈമലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. അപ്പം ഈ ഒരു എരിക്കിൻ്റെ ഇല വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പറിച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടോ അല്ലാണ്ടൊക്കെ ഇങ്ങനെ വിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എലി പിന്നെ വരത്തില്ല കേട്ടോ. അപ്പോൾ എലീൻ്റെ മാളമൊക്കെ ഉണ്ടെങ്കിൽ ഈ എരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് എലീൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ്ട് പോകരുത് കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.